പട്ടാമ്പി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ പാർട്ടിയിൽ കലാപം. ഔദ്യോഗിക സ്ഥാനാർത്ഥി ടി.പി. ഷാജിക്കെതിരെ വിമതനായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി മത്സരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. റിയാസ് മുക്കോളിയെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ നീക്കം. ഷാഫി പട്ടാമ്പി അടുത്ത ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പട്ടാമ്പിയിൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഇക്ബാൽ ഇതായി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ സമാന്തരമായി വിമത നീക്കം കൂടി ഉണ്ടാകുന്നു. ഇക്ബാൽ അറക്കൽ, പട്ടാമ്പിയിൽ ഇത്തവണ കടുത്ത ഒരു മത്സരം നടക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ UDF എല്ലാം വിലയിരുത്തിയിരുന്നത്. അവിടെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം, മുഹമ്മദ് മൂസിനെ മറികടക്കാൻ എന്നുള്ളതായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നത്. റിയാസ് മുക്കോളിയെ തന്നെ ഇതിനായി രംഗത്തിറക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നതിനിടയിലായിരുന്നു പട്ടാമ്പി മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ടുള്ള ടി.പി. ഷാജിയെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം അത് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു. പക്ഷേ ഈ ഒരു തീരുമാനം അംഗീകരിക്കില്ല എന്നുള്ളതാണ് പട്ടാമ്പിയിലെ യൂത്ത് കോൺഗ്രസ് ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ടി.പി. ഷാജിക്കെതിരെ വിമതനായി മത്സരിക്കുമെന്നുള്ളത്. ഇപ്പോൾ ഷാഫി പട്ടാമ്പി, അദ്ദേഹം ഓങ്ങല്ലൂരിൽ നേരത്തെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുകയെല്ലാം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഷാഫി പട്ടാമ്പി വിമതനായിക്കൊണ്ട് പട്ടാമ്പി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ളത് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. നാളെ തന്നെ പട്ടാമ്പിയിലെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തും. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് ഷാഫി പട്ടാമ്പി അറിയിച്ചിട്ടുള്ളത്. റിയാസ് മുക്കോളിക്ക് സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചതെന്നും ഷാഫി പട്ടാമ്പി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നേതൃത്വം ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഷാഫി പട്ടാമ്പിയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളും ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഇക്ബാൽ അറക്കൽ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക.